ജൂലൈയിൽ നടന്ന സൈനിക അട്ടിമറിയെ തുടർന്ന് പ്രസിഡന്റ് പദത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ട ശേഷം സൈനിക തടവിലായ മുഹമ്മദ് മുർസി ഇതാദ്യമായാണ് പുറം ലോകത്തെത്തുന്നത്. ഞാൻ ഡോക്ടർ മുഹമ്മദ് മുർസി, സ്വതന്ത്ര രാജ്യത്തിന്റെ പ്രസിഡന്റ്. ഈ കോടതി നിയമവിരുദ്ധമാണ് എന്നായിരുന്നു കോടതിയിൽ മുർസിയുടെ പ്രതികരണം. കനത്ത സുരക്ഷാ സംവിധാനങ്ങളോടെയാണ് മുർസിയെ വിചാരണ നടക്കുന്ന കിഴക്കൻ കൈറോ ജില്ലയിലെ പോലീസ് അക്കാദമിയിലെത്തിച്ചത്. മുർസിയെ കൂടാതെ ഫ്രീഡം ആൻഡ് ജസ്റ്റിസ് പാർട്ടിയുടെ വൈസ് പ്രസിഡന്റ് എസാം അൽ എറിയാൻ, മുൻ പാർലമെന്റ് അംഗം മുഹമ്മദ് അൽ ബൽത്താഖി എന്നിവരടക്കം 14 പേരുടെ വിചാരണയും ഇന്ന് നിശ്ചയിച്ചിരുന്നു. കൊലപാതകത്തിനും അക്രമത്തിനും പ്രേരിപ്പിച്ചുവെന്നതാണ് മുർസിക്കും മറ്റുള്ളവർക്കുമെതിരെയുള്ള കേസ്. കുറ്റക്കാരാണെന്ന് തെളിയിച്ച് വിചാരണ തടവുകാരെ വധശിക്ഷയ്ക്ക് വിധിക്കുമെന്നാണ് സൂചന. വിചാരണ കോടതിയുടെ നിയമസാധുത ചോദ്യം ചെയ്ത പ്രക്ഷോഭകർ വിചാരണ ഒരു കെണിയാണെന്നും രാജ്യത്തിന് നാണക്കേടാണെന്നും പ്രതികരിച്ചു. ليه بيخلوها محاكمة في السر وحسني بيخلوها محاكمة علنية. അതേസമയം പ്രസിഡന്റ് പദത്തിൽ മുർസിയെ പുനരവരോധിക്കണമെന്നാവശ്യപ്പെട്ട് നടന്ന സമരങ്ങൾക്ക് നേരെ സൈന്യം നടത്തിയ ആക്രമണത്തിൽ 60,000 മുർസി അനുകൂലികൾ കൊല്ലപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് മീഡിയ 1.